ഉർവശിയുടെ കുടുംബത്തിന് എന്തോ ശാപം കിട്ടിയിട്ടുണ്ട്. ആ ശാപമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണത്. നല്ലൊരു കലാകാരികളുടെ ഒരു കുടുംബമാണ്. അപ്പോൾ 3 പെൺകുട്ടികൾ, 2 ആൺകുട്ടികൾ, അങ്ങനെ 5 മക്കളാണ് അവർ. ഉർവശിക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൽപ്പന ഒരിക്കലും നമ്മുടെ അനിലിനെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. അനിലിനെ വിവാഹം കഴിച്ചത് കൽപ്പനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെറ്റാണ്. അനിലിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൽപ്പന ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. അങ്ങനെയാണ് കൽപ്പന ജീവിതം പോയത്. അങ്ങനെയാണ്. നമുക്കൊരു നല്ലൊരു കലാകാരിനെ അതോടുകൂടി നഷ്ടപ്പെട്ടു. പിന്നെ അനുജൻ നന്ദു ഒരു പാവം പയ്യനാണ്. ആ പയ്യന് ഒരിക്കലും ലയനം എന്ന് പറഞ്ഞുള്ളൊരു 3-കിട തറ സിനിമയിൽ അഭിനയിക്കാൻ വിടാൻ പാടില്ലായിരുന്നു. അതിലെ നായിക സിൽക്ക് സ്മിതയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ പയ്യൻ ആത്മഹത്യ ചെയ്തു. സിൽക്ക് സ്മിതയും ആത്മഹത്യ ചെയ്തു. എന്താണെന്ന് അറിയില്ല. ഇതിപ്പോൾ അതിൻ്റെ ശാപം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ പയ്യൻ്റെ മുഖം നമുക്ക് ഇപ്പോഴും ഓർമ്മ വരും. അപ്പോൾ ഒരുപാട് അവരെ കുടുംബത്തിന് ഒരുപാട് തളർത്തിയുള്ളൊരു ശരിക്കും പറഞ്ഞ ആ ഒരു മരണമാണത്. ശരിക്കും ഉർവശിയൊക്കെ വിചാരിച്ച നല്ല ക്യാരക്ടറിലുള്ള റോളിൽ അഭിനയിക്കാൻ പറ്റുമായിരുന്നു ആ പയ്യന്. ഇങ്ങനെ ഒരു 3-കിട സെക്സ് പടത്തിൽ കൊണ്ടുപോയി അതിനെ അഭിനയിപ്പിച്ച് അതിനെ സ്കൂളിൽ പോണ എല്ലാവരും കളിയാക്കി ഒരു മാനസിക പ്രശ്നങ്ങളുണ്ടാക്കി മയക്കുമരുന്നിന് അടിമയായിട്ടാണ് അത് ആത്മഹത്യ ചെയ്തതെന്ന് പറയണത്. പക്ഷേ എന്നിരുന്നാലും ആത്മഹത്യയുടെ കാരണം ഇന്നും അജ്ഞാതമാണ്. ഈ പടത്തിൽ അഭിനയിച്ചാണ് കാരണം എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്താണെന്നും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ 2 മരണമായില്ലേ. പിന്നെയുള്ളത് ഇപ്പോൾ ഈ അടുത്ത് മരിച്ച കമൽ റോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയൽ നടനാണ്. അദ്ദേഹം ഒരു സീരിയൽ നടീനെയാണ് കല്യാണം കഴിച്ചത്. അദ്ദേഹത്തിന് കുറച്ച് നാൾ മുമ്പ്, കുറേ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് കുറേ ഗുണ്ടകൾ ചേർന്നിട്ട് വെട്ടി പരിക്കേൽപ്പിച്ച് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവിടെ നിന്ന് പിന്നെ കുറേ നാൾ ആശുപത്രിയിൽ കിടന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു. ഇത്രയും നാൾ ബെഡിൽ കിടന്ന കാരണം ആ നടി ഈ കമൽ റോയിനെ ഉപേക്ഷിച്ച് പോയി. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായത്. അതും വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു മരണമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം മരിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരുപാട് ഈ ട്രാജഡികളുടെ കുടുംബമാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൽപ്പന, അതുപോലെ തന്നെ കലാരഞ്ജിനി, അതുപോലെ തന്നെ ഉർവശിയുടെ ജീവിതം ഇങ്ങനെയായില്ലേ. അതുപോലെ തന്നെ കൽപ്പനയുടെ ജീവിതം അങ്ങനെയായില്ലേ. കലാരഞ്ജിനിയിൽ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ശബ്ദമൊക്കെ പോയി ഇപ്പോഴും സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും എന്തോ ഒരു ശാപം ഉർവശിയുടെ കുടുംബത്തിനുണ്ട്. അത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന്